praise God, hallelujah. കണ്ണുകളെ നടക്കുക, വീണ്ടും കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. The presence of Jesus, യേശുവിന്റെ സാന്നിധ്യം ആലയ മഹത്വം കൊണ്ട് നിറഞ്ഞ് ദൈവത്തിന്റെ മഹത്വം ആശ്ചര്യമായി, മേഘമായി, മഞ്ഞായി, മഴയായി. മോശ ദൈവത്തോട് പറയുക, ദൈവമേ എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം. I want to see your glory. ദൈവത്തിന്റെ മഹത്വം ആലയത്തെ നിറയ്ക്കുമേ. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ഉലാടുകയാണ്. ഭാരം ശൂന്യമായി കിടന്ന ഭൂമിയുടെ മേൽ പരിശുദ്ധാത്മാവ് പോലെ the Spirit of God is moving by His power. ശക്തിയോടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ചലിക്കുകയാണ്. ചിലതിനെല്ലാം ജനിപ്പിക്കുവാൻ, ബർത്ത് ചെയ്യുവാൻ, സൃഷ്ടിക്കുവാൻ, ശക്തീകരിക്കുവാൻ, അഭിഷേകം ചെയ്യുവാൻ, സൗഖ്യമാക്കുവാൻ, അടിമത്തം അവസാനിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ ആളത്വമായി വന്നിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ പ്രസംഗമല്ല, ചിലർ കൂടി വന്ന് ആരാധിക്കുന്നതല്ല, ദൈവം ഇറങ്ങി വരികയാണ്. മഹത്വവും സാന്നിധ്യവും ദൈവത്തിന്റെ റൂഹ കാറ്റടിക്കുന്ന ഈ സീസണിൽ സകലത്തെയും ഷിഫ്റ്റ് ചെയ്യുന്ന the mighty rushing wind of God, the Holy Spirit, പരിശുദ്ധാത്മാവേ, റൂഹ കാറ്റേ, we thank you for the blessed Holy Spirit. പരിശുദ്ധ റൂഹ, we just welcome you, Holy Spirit. Without you we are incomplete. Without you we can do nothing. Holy Spirit of God, പരിശുദ്ധാത്മാവിനെ കാറ്റടിക്കുന്നു, റൂഹ കാറ്റ് വീശുന്നു. ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ദേശം കാത്തു നിൽക്കുന്നു, രാജ്യങ്ങൾ കാത്തു നിൽക്കുന്നു. ഇന്ന് ദൈവത്തിന് ഒരു പങ്കാളിയെ വേണം. God needs a partner. God needs a bride. പരിശുദ്ധാത്മാവിന്റെ ഒപ്പം ചലിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഇന്നും ദൈവത്തിന്റെ കണ്ണുകൾ നോക്കുകയാണ്. Jesus. Amen, amen, amen. ഇന്ന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദൂത് moved by the Spirit, പരിശുദ്ധാത്മാവിനാൽ ചലിപ്പിക്കപ്പെടുന്ന ജീവിതങ്ങൾ, ആത്മനിയോഗം പ്രാപിച്ച് ചലിക്കുവാൻ റെഡി ആയിരിക്കുന്ന, തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അന്വേഷിക്കുന്നു, ദൈവം നോക്കുന്നു. Hallelujah. Will you be moved, stirred by the Spirit? പരിശുദ്ധാത്മാവിനാൽ ഒന്ന് ചലിപ്പിക്കപ്പെടുവാൻ, ഒന്ന് മൂവ്ഡ് ആകുവാൻ. ഈ റൂഹ കാറ്റടിക്കുന്ന ഈ ദിവസങ്ങളിൽ, ഈ സീസണിൽ God is looking and waiting so that He can move us by His Spirit. Amen. Hallelujah. ന്യായാധിപന്മാരുടെ പുസ്തകം അതിന്റെ 13-ാമത്തെ അധ്യായം 24-ും 25-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സ്തോത്രം. അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. അവന് ശിംശോൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. സോരയ്ക്കും എസാദ്യോലിനും മധ്യേയുള്ള മഹേനദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശിംശോനെ ഉദ്യമിപ്പിച്ചു. Reading in Judges chapter 13 verse 25, and the Spirit of the Lord began to move him at times in the camp of Dan between Zorah and Eshtaol. Hallelujah. ശിംശോനെ ഒന്ന് ചലിപ്പിച്ചതുപോലെ, ഒന്ന് സ്റ്റിർ ചെയ്തതുപോലെ, ഒന്ന് മൂവ് ചെയ്തതുപോലെ, ഉദ്യമിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ ചലിപ്പിക്കുവാൻ ഭാരതദേശത്തിൽ ആഗ്രഹിക്കുകയാണ്, നോക്കുകയാണ്. 14 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ശബ്ദമായി ദൈവസഭയ്ക്ക്, ദേശങ്ങൾക്ക് വേണ്ടി നൽകിയ ഒരു ദൂതാണ്. I want to move people by my Spirit. ശിംശോന്റെ മേൽ ദൈവം പകർന്ന ഒരു അഭിഷേകം, an anointing that came upon Samson. അഭിഷേകത്തിൽ നിന്ന് വീണുപോയ സാംസൺ, അഭിഷേകം നഷ്ടപ്പെടുത്തി കളഞ്ഞ, വ്യഭിചാരിണി എടുത്തു പോയ ഒരു ശിംശോൻ. പലപ്പോഴും ശിംശോനെ ദലീലയുടെ കൂടെ നെഗറ്റീവാണ് നാം കൂടുതലും ചിന്തിക്കുന്നത്. But there was a mighty anointing that came upon Samson. സാധാരണ മനുഷ്യനിൽ നിന്ന് അസാധാരണ മനുഷ്യനായി ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാൻ, ഇസ്രായേൽ ജനതയ്ക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവരുവാൻ ദൈവം കരങ്ങളിൽ എടുത്ത് ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് സാംസൺ. ന്യായാധിപന്മാരുടെ പുസ്തകം ജഡ്ജസ് ചാപ്റ്റർ 13 അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം നമുക്കൊന്ന് മനസ്സിലാകും. 40 വർഷത്തെ അടിമത്വമാണ് ജനം നേരിടുന്നത്. പക്ഷെ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയെ പുറത്തെടുക്കുവാൻ ആവലോട് പരിലസിക്കുകയാണ്. ഈ ദൂത് ഇവിടെ കൈമാറുമ്പോൾ വർഷങ്ങളുടെ അടിമത്വത്തെ കട്ട് ചെയ്യുവാൻ ദൈവത്തിന്റെ പദ്ധതികളുണ്ട്. നമുക്കതൊന്ന് വായിച്ചു കേൾക്കാം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അടിമത്വമാണ്. ഫിലിസ്ത്യരുടെ അടിമത്വത്തിന് കീഴിൽ 40 വർഷം ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ മക്കൾ വേദനിക്കുകയാണ്. അടിമ നുഖത്തിന് കീഴിലായിരിക്കുക. 40 years of bondage and slavery. Yes. എന്നാൽ ദാൻ ഗോത്രത്തിലുള്ള സോരാദ്യനായ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു.
അവന് മനോഹ എന്ന് പേര്. അവന്റെ ഭാര്യ മച്ചിയായിരുന്നു, പ്രസവിച്ചിരുന്നില്ല. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസിറായിരിക്കും. അവൻ ഇസ്രായേലിലെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. ചരിത്രമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഒത്തിരി ആഴത്തിലേക്ക് പോകുന്നില്ല. ഇതൊരു പ്രവചന ദൂതാണ്. എവിടൊക്കെ അടിമത്വം ദൈവജനമോ ദേശത്തിൽ വെളിപ്പെടുമ്പോൾ, ജനം അടിമത്വത്തിലാണ്, പ്രശ്നത്തിലാണ്, നുകത്തിന് കീഴിലാണ്, അതിന്റെ മധ്യത്തിൽ ദൈവം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ദൈവം ഒരുവനെ അന്വേഷിക്കുക. ദൈവത്തിന് എന്തും എപ്പോഴും എങ്ങനെയും ദൈവത്തിന് ചെയ്യാം. പക്ഷെ ദൈവത്തിന് ഭൂമിയിൽ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ഒരു വ്യക്തിയെ വേണം. God is looking for a vessel. ദൈവം ഒരു പങ്കാളിക്ക് വേണ്ടി നോക്കുകയാണ്. God is looking for a man. God is looking for a woman. God is looking for a family. ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു സ്ത്രീക്ക് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി ദൈവം നോക്കുകയാണ്. അടിമത്തം അവസാനിപ്പിക്കണമോ? God must find somebody to whom he can entrust. ദൈവത്തിന് ഒന്ന് പരമേൽപ്പിക്കുവാൻ, ഒന്ന് ഏൽപ്പിക്കുവാൻ, ദൈവത്തിന്റെ കരങ്ങളിൽ ഒരുങ്ങിയിരിക്കുന്ന, ദൈവത്തിന് ഒന്ന് ഉപയോഗിക്കുവാൻ കഴിയുന്ന, ഒന്ന് മെനയുവാൻ കഴിയുന്ന, ഒന്ന് മോൾഡ് ചെയ്യുവാൻ കഴിയുന്ന, ഒന്ന് മൂവ് ചെയ്യുവാൻ കഴിയുന്ന, ഇറുവാ കാറ്റടിക്കുന്നതിന് മധ്യത്തിൽ ദേശത്തിന്റെ ചരിത്രങ്ങളെ മാറ്റുവാൻ, കുടുംബത്തിന്റെ അടിമത്തങ്ങളെ മാറ്റുവാൻ, വ്യക്തി ജീവിതങ്ങളുടെ അടിമത്തത്തെ മാറ്റുവാൻ ദൈവത്തിന്റെ കണ്ണുകൾ ഇന്നും ഒരു വ്യക്തിയെ നോക്കുകയാണ്. ഞാൻ ഇങ്ങനെയാ തിരിച്ചറിയുന്നത്, ALFC സഭയ്ക്ക് ദൈവം ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. മനോവ കുടുംബത്തിന് ഒരു ശിംശോൻ ജനിച്ചതുപോലെ ഞാൻ ഇങ്ങനെ പറയുന്നു, ALFC കുടുംബത്തിന്, സമാ കുടുംബത്തിന് ശിംശോനിന്റെ ഒരു അഭിഷേകത്തെ ഇപ്പോൾ കാണുമ്പോൾ വലിയ ഒരു മല്ലനെ പോലെ, പക്ഷേ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം ശിംശോൻ സാധാരണ ഒരു വ്യക്തിയായിരുന്നു. കണ്ടാൽ എത്ര വലിയ ഗ്ലാമറോ ബലമൊന്നുമില്ല, സാധാരണക്കാരനിൽ സാധാരണക്കാരൻ. പക്ഷെ അസാധാരണമായി തന്റെ മേൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തന്നെ വ്യത്യസ്തനാക്കി. ഈ സീസണിൽ ശിംശോന്റെ ജീവിതത്തിന്മേൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവ് ശിംശോനെ ശിംശോനാക്കി മാറ്റിയത്, ഒരു വിശ്വാസ വീരനാക്കി മാറ്റിയത്. A man of unusual, extraordinary anointing. 40 വർഷത്തെ ഫിലിസ്തീയ അടിമത്തത്തെ തകർക്കുവാൻ ഒരു കുടുംബത്തിൽ, ഒരു മനോഹയുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണ്. ഈ പ്രവചന ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ അതൊരു വ്യക്തിയായിരിക്കാം. എനിക്കൊരു കാര്യം ഉറപ്പാ, ഈ ഭവനത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു, ജനിക്കാൻ പോകുകയല്ല, ഒരു ശിംശോൻ ജനിച്ചിരിക്കുന്നു. ആ ശിംശോന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകവും പകരപ്പെട്ടിരിക്കുക. 25-ാം വാക്യത്തിൽ വായിച്ചതുപോലെ കുഞ്ഞു വളർന്നു, ദൈവം അനുഗ്രഹിച്ചു. പിന്നെ ദൈവം ചലിപ്പിക്കാൻ തുടങ്ങുക, പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുന്നത് പോലെ, മൂവ് ചെയ്യുന്ന പോലെ, സ്ഥിരയുന്നത് പോലെ, ചലിക്കുവാൻ തയ്യാറായിരിക്കുന്ന ശിംശോൻ എഴുന്നേൽക്കുകയാ. 40 വർഷത്തെ ഫിലിസ്തീയ അടിമത്വത്തെ തകർത്ത് കളയുക. 20 വർഷം ഇസ്രായേലിന്റെ ന്യായാധിപനായി വാഴുവാൻ ദൈവം ശിംശോനെ പുറത്തെടുക്കുകയാണ്. ശിംശോന്റെ മേൽ വ്യാപരിച്ച ദൈവശക്തിയുടെ the spirit of might, the spirit of power, the spirit of signs and wonders and miracles നമ്മൾ വേർതിരിച്ചു കാണണം. ശംസന്റെ ജീവിതത്തിൽ ഒരു ദാരുണ അന്ത്യം സംഭവിച്ചു. അതിന്റെ അന്ത്യത്തിലും ദൈവം ശിംശോന്റെ ജീവിതത്തിൽ കൂടെ മാറ്റം എടുത്തു. അതുകൊണ്ട് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ശിംശോന്റെ പേരും ദൈവം കൂട്ടിച്ചേർത്തു. പക്ഷെ ശിംശോനും ശിംശോന്റെ മേൽ വ്യാപരിച്ച അഭിഷേകവും രണ്ടും രണ്ടാണ്. വ്യക്തിക്ക് കുറവ് വന്നു, വ്യക്തി പാപത്തിൽ വീണു, വ്യക്തി വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊക്കെ പോയി. പക്ഷെ അവന്റെ മേൽ വെളിപ്പെട്ട അഭിഷേകം, the anointing. യശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. The book of Isaiah chapter 11 and verse 2. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ 7 മുഖങ്ങൾ, 7 ആത്മാക്കൾ, 7 പ്രവൃത്തികൾ. The Spirit of God. മെസ്സിഹ യേശുവിന്റെ മേൽ തികവോടെ, പൂർണ്ണതയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുന്ന ഈ പ്രവചനമാണ് യശയ്യാപ്രവാചകൻ വിളിച്ചു പറയുന്നത്. ദാവീദിന്റെ കൊമ്പിൽ നിന്ന്, ആ മുളയിൽ നിന്ന് ഒരുവൻ പുറത്തു വരും, അവന്റെ മേൽ ഈ 7 ആത്മാക്കൾ പൂർണ്ണതയോട് വസിക്കും. The sevenfold Spirit of God. പഴയ നിയമത്തിൽ വ്യത്യസ്ത നിലവാരത്തിൽ, വ്യത്യസ്ത വ്യക്തികളുടെ മേൽ, വ്യത്യസ്തമായ അളവുകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഓരോ മെഷറും നമുക്ക് കാണാം. ശലോമോന്റെ മേൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവ് ആവസിക്കുവാൻ ഇടയായിത്തത്. ബെസലേലിന്റെ മേൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ശിംശോന്റെ മേൽ ആവസിച്ചത് ദൈവശക്തിയുടെ. It was a spirit of might, the spirit of signs and wonders and miracles. Hallelujah. Yes, നമുക്ക് വായിക്കാം. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. ഹല്ലേലൂയ, ആമേൻ. ഈ ദിവസങ്ങളിൽ കാലം അതിന്റെ അന്ത്യത്തിലേക്ക് വരുമ്പോൾ, അന്ത്യകാല സഭയിൽ, അന്ത്യകാല പരിശുദ്ധാത്മാവിന്റെ ഈ ചലനത്തിൽ 7 ആത്മാക്കളുടെ പ്രവൃത്തികൾ, the sevenfold workings of the Holy Spirit. അത് ജ്ഞാനം മാത്രമല്ല, അത് പരിജ്ഞാനം മാത്രമല്ല, അത് വിവേകം മാത്രമല്ല, പരിശുദ്ധാത്മാവ് കൂടിച്ചേർന്ന് തന്റെ സഭയിൽ പ്രവർത്തിക്കുകയാണ്. We are under the anointing of the sevenfold
sevenfold Spirit of God. ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും ദൈവത്തിന്റെ ബലത്തിന്റെയും യഹോവ ഭയത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെ move sevenfold spirits of God upon your bride, upon your people. We need you. We need your Holy Spirit. Breathe on us. Breathe on us, Master. Breathe on us. Breathe on us. പരിശുദ്ധാത്മാവിന്റെ ഏഴ് മുഖങ്ങൾ, ഏഴ് അഭിഷേകങ്ങൾ, ഏഴ് സ്വഭാവങ്ങൾ, ഏഴ് ഡൈമെൻഷനുകൾ. We welcome it in the ecclesia of God. It's the kingdom, yours is the power, yours is the glory forever. Amen. ശിംശോന്റെ മേൽ ബലത്തിന്റെ ആത്മാവ്, the spirit of might and strength. പരിശുദ്ധാത്മാവിന്റെ ഏഴ് ഫേസുകൾ, മുഖങ്ങൾ, ഫാസറ്റുകൾ, ഡൈമെൻഷനുകൾ ദൈവസഭയിൽ വെളിപ്പെടുന്ന ഈ സീസണിൽ ഈ റൂവാക്കാറ്റ് അതടിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഏഴ് ഡൈമെൻഷൻ അത് പ്രകടമാകുവാൻ, അത് നമ്മളിൽ ആക്ടിവേറ്റഡ് ആകുവാൻ, അത് നമ്മിൽ കത്തുവാൻ, സ്റ്റിൽഡ് ആകുവാൻ ഇടയായി തീരും. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ശിംശോൻ, ആ പേരിന്റെ അർത്ഥം സൂര്യൻ, സൺ. സാംസൺ, സൺ, സൂര്യന്റെ ശക്തി. The strength of a son. Hallelujah. സാംസൺ, ബലത്തിന്റെ അഭിഷേകം. സാംസൺ എന്ന് കേൾക്കുമ്പോൾ എബ്രായ ഭാഷയിൽ സൂര്യൻ തന്റെ ശക്തിയോട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ 7 നിലവിളക്കുകളുടെ മധ്യത്തിലൂടെ തേജോമയനായി മഹത്വം ധരിച്ച യേശുവിന്റെ മുഖം സൂര്യൻ. അന്ന് വായിക്കാം, യേശുവിന്റെ മുഖം എങ്ങനെയായിരുന്നു? It was a sun shining in its strength. സൂര്യൻ. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവാൽ തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം, യേശുവിന്റെ മുഖം, തേജോമയനായ യേശുവിന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. The sun anointing, the strength anointing, ദൈവത്തിന്റെ ആ ബലം, the might of God. സൂര്യൻ തന്റെ പൂർണ്ണ ശക്തിയോടെ പ്രകടമാകുന്ന പോലെ സാംസൺ ദൈവത്തിന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ അത്ഭുതത്തിന്റെ അസാധാരണമായ അഭിഷേകത്തിന്റെ ഒരു വക്താവായിരുന്നു. മനോവ കുടുംബത്തിൽ ഒരു ദൂതൻ ഇടപെടുകയാണ്, ദൂത് അറിയിക്കുകയാണ്, ഒരു കുഞ്ഞ് ജനിക്കും. ഈ കുഞ്ഞിന്റെ ദൗത്യം എങ്ങനെയാണ്? അതുകൊണ്ട് ഇവനൊരു നാസ്രി ആയിരിക്കും. He will be a Nazarite. അവന്റെ ജന്മം മുതൽ അവൻ വേർതിരിക്കപ്പെട്ടവനാണ്. അവന്റെ മേലൊരു നിയോഗമുണ്ട്. അവന് ദൈവം ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി, ഒരു ദൈവ നിയോഗത്തിന് വേണ്ടി അവനെ തെരഞ്ഞെടുത്തൊരു വ്യക്തിയാണ്. ഈ LFC സഭാമക്കളെ, ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് മനോവ കുടുംബത്തിനോട് പറഞ്ഞതുപോലെ, മനോവയുടെ ഭാര്യയോട് ദൂതൻ പറഞ്ഞതുപോലെ, we are under a Nazarite war. നീ ഒരു നാസ്രി ആയിരിക്കണം. അമ്മയും കുഞ്ഞും ശിംശോനും. സാധാരണ ആൾക്കാർക്ക് ഇത്രയും വേർപാട് മതിയെങ്കിൽ, ഇത്രയും വിശുദ്ധി മതിയെങ്കിൽ, ഇത്രയും സമർപ്പണം മതിയെങ്കിൽ, നാസറൈറ്റ് വ്രതമുള്ള എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം it is extreme holiness, extreme consecration, it's extraordinary devotion, extraordinary surrender. That's who a Nazarite is. പൂർണ്ണമായി ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട, സെപ്പറേറ്റഡ് ആയിരിക്കുന്ന, കോൺസെക്രേറ്റഡ് ആയിരിക്കുന്ന ഒരു വ്യക്തി. അക്കാരം ഉയർത്തി LFC സഭാമക്കളെ, നമ്മോടുള്ള ദൈവത്തിന്റെ ദൂതുകളാണ് ആ ഒരു ബോധ്യം. God, I'm a Nazarite. ഞാൻ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, വേർതിരിക്കപ്പെട്ട വ്യക്തിയാണ്. ഒരു വലിയ നിയോഗമാണ് എന്റെ മേലുള്ളത്. എന്റെ ജനത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ ശബ്ദം, പ്രവചനം വന്നതാണ്, വാഗ്ദത്തങ്ങൾ വന്നതാണ്. എന്റെ അസൈൻമെന്റ് വളരെ വ്യക്തമായി എനിക്ക് കൈമാറിയതാണ്. മനോയോട് ദൈവം ഇടപെട്ടു. ഇതാ ശിംശോനെ അവർ വളർത്തിക്കൊണ്ട് വരികയാണ്. A Samson anointing. Hallelujah. 84-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ പറയുന്നു, that God is a sun and a shield for those who trust in him. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവയായ ദൈവം ആരാണ്? സൂര്യനും പരിചയം. Strength. It speaks about strength. It also speaks about comfort. ദൈവത്തിന്റെ ആശ്വാസം. 40 വർഷത്തിന്റെ അടിമത്തത്തിന്റെ മധ്യത്തിൽ ഒരു സൂര്യന്റെ അഭിഷേകം പ്രാപിച്ച് ഒരുവൻ എഴുന്നേൽക്കുകയാണ്. An anointing of power, an anointing of might, an anointing of strength. ദൈവജനത്തിന് ആശ്വാസമായി, കംഫർട്ടായി ദൈവം ശിംശോനെ അഭിഷേകം ചെയ്യുക. അങ്ങനെ ഒരു അഭിഷേകത്തിന് കീഴിലാണ് ദൈവമക്കളെ ദൈവം നമ്മെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ റൂവ കാറ്റടിക്കുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചറിയാം. ശിംശോന്റെ മേലുണ്ടായിരുന്ന ദൗത്യം ക്ലിയർ ആയിരുന്നു, തന്റെ സമർപ്പണം ക്ലിയർ ആയിരുന്നു, തന്നോടുള്ള ദൈവത്തിന്റെ ആ കമാൻഡ്, ആ ഇൻസ്ട്രക്ഷൻ, കൽപ്പന വളരെ ക്ലിയർ ആയിരുന്നു. He is a Nazarite. ഞാനൊരു നാസ്രിയാണ്. ഈ ലോകത്തോട് ഇടകലങ്ങി ചേർന്ന് ഒഴുകുവാനുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. ബാക്കിയുള്ളവരെല്ലാം സുഖലോലുപമായി പാപം ആസ്വദിച്ച് I'm called for a high level of consecration. ബാക്കിയുള്ളവർ അതും ഇതും ആസ്വദിക്കുമ്പോൾ I'm a Nazarite. I'm a Nazarite. ഞാൻ വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ളവർക്ക് അതും ഇതും ഒക്കെ ചെയ്യാം. But no, I'm a Nazarite. I'm on a mission. I have an assignment from God. നമ്മുടെ ഹൃദയം ഇതൊക്കെ പിടിക്കണമേ. 13-ാം അധ്യായം 25-ാമത്തെ വാക്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശിംശോനെ ചലിപ്പിക്കുകയാണ്.
ദേശങ്ങളെ ചലിപ്പിക്കുവാൻ, സംസ്ഥാനങ്ങളെ ചലിപ്പിക്കുവാൻ, അടിമത്തം അവസാനിപ്പിക്കുവാൻ, ദൈവരാജ്യം കൊണ്ടുവരുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ആവലോടെ കാത്തിരിക്കുക. Can I find a person? ദൈവത്തിന് താമസം എന്തിന്റെയാ? ഒരു വ്യക്തിയെ കിട്ടണം, ഒരു കുടുംബത്തെ കിട്ടണം, ഒരു പങ്കാളിയെ ദൈവത്തിന് കിട്ടണം, ഒരു മണവാട്ടിയെ കിട്ടണം. God's problem ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്തതല്ല ദൈവത്തിന്റെ പ്രശ്നം. ദൈവത്തിന്റെ പ്രശ്നം ഒന്ന് ചലിപ്പിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ കിട്ടണം. God must find a person who can move by His Spirit. ആ വാക്യം വീണ്ടും ഒന്ന് വായിക്കാം. സോരയ്ക്കും എസ്തയോലിനും മധ്യേയുള്ള മഹനെ ദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി. യഹോവയുടെ ആത്മാവ് ശിംശോനെ ഉദ്യമിപ്പിച്ചു. The Spirit of God began to stir him. എബ്രായ വാക്ക് പാ എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം മന്ദമന്ദമായിട്ടല്ല, പരിശുദ്ധാത്മാവിനോട് അത്രമാത്രം പ്രതികരിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലുക്കുകയാണ്. ഒരു സുഹൃത്ത് വന്ന് ഒന്ന് പിടിച്ച് കുലുക്കുന്നത് പോലെ, ഒന്ന് സ്റ്റിർ ചെയ്യുന്നത് പോലെ, ഒന്ന് തള്ളുന്നത് പോലെ, പുഷ് ചെയ്യുന്നത് പോലെ, ഒന്ന് ആജിറ്റേറ്റ് ചെയ്യുന്നത് പോലെ. സാംസൺ, 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 there is an assignment. സോരയ്ക്കും എസ്തോൽ ഈ സ്ഥലങ്ങളെല്ലാം ശത്രുവിന്റെ അടിമത്തത്തിലാണ്, പൈശാചിക അടിമത്തത്തിലാണ്. And the Spirit of God began to move, agitate and stir Samson. അതുപോലെ ഒരു stirring ദൈവജനത്തിൽ ഒന്ന് നടക്കട്ടെ. Are you willing to be stirred? Are you willing to be moved? Are you willing to be agitated, to be pushed, to be thrust? അങ്ങനെ ഒരു വ്യക്തിയായി തീരുവാൻ, അങ്ങനെ ഒരു സഭയായി തീരുവാൻ നാം നമ്മെ തന്നെ അങ്ങനെ ഒന്ന് പൊസിഷൻ ചെയ്യുമോ? Will you be a person to whom the Holy Spirit can move you? Hallelujah. 2 പത്രോസ് 1-21 വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ തന്നെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അതിന്റെ 13-ാമത്തെ 12-13 വാക്യങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് ആ വാക്ക് moved by the Spirit, stirred by the Spirit, carried by the Spirit. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. For the prophecy came not in old time by the will of man, but holy men of God spake. The holy men of God were moved by the Spirit. Yes. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മലയാളം വാക്ക് പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ച് അവർ സംസാരിച്ചു. ഹീബ്രു ഭാഷയിൽ സ്തോത്രം പാം, ഗ്രീക്ക് ഭാഷയിൽ ഫെറോ എന്ന് പറഞ്ഞാൽ കാറ്റ് ഒരു കപ്പലിനെ അടിച്ചു കൊണ്ടുപോകുന്ന പോലെ അത്ര വലിയ എളുപ്പത്തിൽ കപ്പൽ നല്ല രീതിയിൽ ഒരു സെയിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിന് ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് ഈ കപ്പലിനെ അടിച്ചുകൊണ്ട് പോകുവാൻ കഴിയുന്നത് പോലെ ഒരു തടസ്സമില്ല, ഒരു റെസിസ്റ്റൻസ് ഇല്ല. നല്ല രീതിയിൽ കാറ്റ് വരുന്നിടത്തോട്ട് ആ പുതപ്പ് കെട്ടിയിരിക്കുക, ആ പർദ്ദ കെട്ടിയിരിക്കുക, ആ സെയിൽ പിടിപ്പിച്ചിരിക്കുക, കാറ്റ് പിടിച്ചെന്താ കാറ്റ് ആഗ്രഹിക്കുന്ന രീതിയിൽ. അപ്പോൾ 2 പത്രോസ് 1-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവവചനത്തിലുള്ള ഈ പ്രവചനങ്ങൾ മനുഷ്യന്റെ ഇഷ്ടത്താൽ ബുദ്ധിയാൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതത്രേ. They were moved by the Holy Spirit. Pharaoh പറഞ്ഞാൽ they were carried. പരിശുദ്ധാത്മാവിനെ അവരെ ചുമന്നു കൊണ്ടുപോകുവാൻ, പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരങ്ങനെ സെൻസിറ്റീവായി പരിശുദ്ധാത്മാവ് പറയുന്നത് പറയുവാൻ, പരിശുദ്ധാത്മാവ് ഇടപെടുന്ന പോലെ ഇടപെടുവാൻ, പരിശുദ്ധാത്മാവ് പോകുവാൻ പറഞ്ഞാൽ പോകുന്ന ആ നിലവാരത്തിൽ അത്രമാത്രം പരിശുദ്ധാത്മാവിനോട് they were moved by the Holy Spirit. No resistance, no resistance. They were moved by the Holy Spirit. പരിശുദ്ധാത്മാവിന് നമ്മളെ അങ്ങനെ ഒന്ന് ചലിപ്പിക്കുവാൻ, അങ്ങനെ ഒന്ന് ചലിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി തീരുവാൻ, പരിശുദ്ധാത്മാവിന് നമ്മളിലൂടെ ഒന്ന് പ്രവചിക്കുവാൻ, ഒന്ന് പ്രവർത്തിക്കുവാൻ, ദൈവത്തിന്റെ ബലവും ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ പരിജ്ഞാനവും ദൈവത്തിന്റെ വിവേകവും പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള അഭിഷേകങ്ങൾ നമ്മളിലൂടെ ഓപ്പറേറ്റ് ചെയ്യുവാൻ. May you be moved by the Spirit. Pharaoh പരിശുദ്ധാത്മാവ് കാറ്റ് കൊണ്ടുപോകുന്ന പോലെ, that you will be a person who can be carried by them. അതെങ്ങനെയാ, അതിങ്ങനെയാ, അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല, അത് no. Men who are moved by the Spirit are obedient to the Spirit, are submissive to the Spirit, are submitted to the Spirit. They move with the Holy Spirit. അവർ പരിശുദ്ധാത്മാവിനോട് കൂടെ ഒഴുകും. Let's move with the wind. Come on. പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച കാലുകളെ ഒന്ന് വീശാം. പത്രോസേ, കൊർന്നേലിയസിന്റെ ഭവനത്തിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കാതെ പോ. ഞാൻ വേദികൾ ഒരുക്കുകയാണ്. പൗലോസേ, നീ പോ. സീസറിന് മുമ്പിൽ നിൽക്കുവാനുള്ളതാ, എന്നെ കുറിച്ചുള്ള സാക്ഷ്യം പറയാനുള്ളതാ. They were moved by the Holy Spirit. ഏഷ്യയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന പൗലോസിനോട് ദൈവം ദർശനത്തിൽ ഇടപെടുക. They were moved by the Holy Spirit. അവർ യൂറോപ്പിലേക്ക് യാത്രയായി, മക്കതോനിയയിലേക്ക് യാത്രയായി. അയ്യോ, ഒരു ദർശനം കണ്ടതേ ഉള്ളൂ, ആരെങ്കിലും വിളിക്കട്ടെ, ഫണ്ടുകൾ വരട്ടെ. No. They were moved by the Spirit. They were carried by the Spirit. ഫിലിപ്പോസ് സമാരയിലേക്ക്, he was moved by the Spirit. പരിശുദ്ധാത്മാവ് ചലിപ്പിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ വളരെ എളുപ്പം നമ്മളിലൂടെ പ്രവർത്തിക്കുവാൻ. People of zero resistance. മോശേ, എന്റെ ജനത്തിന്റെ കരസിൽ എന്റെ ചെവിയിൽ വന്നിരിക്കുക, ഞാൻ അതിനെ അയക്കുക. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വിളി. People were moved by the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൈകളിൽ അങ്ങനെ ഒഴുകുവാൻ
അങ്ങനെ ഒന്ന് ചലിപ്പിക്കപ്പെടുവാൻ, പരിശുദ്ധാത്മാവിനെ അങ്ങനെ ഒന്ന് നമ്മളെ തള്ളിപ്പിടുവാൻ, അങ്ങനെ ഒന്ന് ഇളക്കി നമ്മളെ ഒന്ന് കുലുക്കുവാൻ പരിശുദ്ധാത്മാവേ, here I am and I am ready to move. Move me and I will move. അത് ഗ്രാമങ്ങളാണെങ്കിലും പട്ടണങ്ങളാണെങ്കിലും അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണെങ്കിലും I'm moved by your spirit. എന്റെ കംഫർട്ട് വിഷയമല്ല, എന്റെ ഇഷ്ടം ഒരു വിഷയമല്ല, എന്റെ താല്പര്യങ്ങൾ ഒരു വിഷയമല്ല. Jesus, amen. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കി, യേശുവിനെ 30-ാമത്തെ വയസ്സായപ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയോട് അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ കൈകളിൽ, and immediately the spirit driveth him into the wilderness. അനന്തരം പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വാക്ക് ഡ്രൈവ്, എക്ബാലോ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് പദം. അതിന്റെ അർത്ഥം ഒരു ദുരാത്മാവിനെ പുറത്താക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന് യേശുവിനെ ഡ്രൈവ് ചെയ്യുവാൻ അത്ര റെഡിയാ, അത്ര ഒരുക്കമാ. പരിശുദ്ധാത്മാവിനെ ഓടിപ്പിക്കുവാൻ എവിടെ പോകണമെങ്കിലും പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവിനാൽ അങ്ങനെ ചലിപ്പിക്കപ്പെടുവാൻ ഒരുക്കമുള്ള പൊസിഷൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? അങ്ങനെയുള്ളവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നോക്കുന്നു. അവർക്കൊന്നും ഒരു വിഷയമല്ല, അവർക്കൊന്നും വിഷയമല്ല. ഫണ്ടുണ്ടോ, ആഹാരമുണ്ടോ, നല്ല സൗകര്യങ്ങളുണ്ടോ, യാത്രാ സൗകര്യങ്ങളുണ്ടോ, തണുപ്പാണോ ചൂടാണോ, ഒന്നും ഒരു വിഷയമല്ല. ആ നിയോഗമാണ് അവരുടെ അജണ്ട. ഈ സീസണിൽ അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ചലിപ്പിക്കപ്പെടുന്ന ചിലരെ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കുകയാണ്. ശിംശോന്മാരെ ദൈവം പുറത്തെടുക്കുകയാണ്. ദൈവത്തിന്റെ വല്ലഭത്വം, ബലവും ശക്തിയുമുള്ള ചിലരെ യേശുവിനെ പരിശുദ്ധാത്മാവ് അസാധാരണമായ ഒരു നിയോഗത്തിന് വേണ്ടി പിശാചിനെ നേരിട്ട് അവന്റെ പദ്ധതികളെ തകർക്കുവാൻ, അവന്റെ മേൽ ജയം പ്രാപിക്കുവാൻ മരുഭൂമിയിലേക്ക് 40 ദിവസത്തിലെ ഉപവാസത്തിലേക്ക് തള്ളിവിടുകയാണ്. പരിശുദ്ധാത്മാവിന് അങ്ങനെ ഒന്ന് തള്ളിവിടുവാൻ കഴിയുമോ? നിങ്ങളെ ഒന്ന് മൂവ് ചെയ്യുവാൻ, ഒന്ന് സ്റ്റിർ ചെയ്യുവാൻ. They were moved. Holy men were moved by the Spirit. Amen. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിലേക്ക് പെട്ടെന്ന് ശിംശോന്റെ ജീവിതത്തിലുള്ള അസാധാരണമായ ഈ ദൈവിക അഭിഷേകത്തെ നമുക്കൊന്ന് തിരിച്ചറിയാം. പരിശുദ്ധാത്മാവ് ശിംശോന്റെ മേൽ വന്നപ്പോൾ ശിംശോൻ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ ദൈവം ചെയ്തെടുത്തത് ഈ അന്ത്യനാളുകളിൽ ഹല്ലേലൂയ പൈശാചിക സാമ്രാജ്യങ്ങളെ, പൈശാചിക തടവറകളെ, പൈശാചിക നുഖങ്ങളെ, ദേശങ്ങളെ അടിമത്തത്തിലാക്കി വച്ചിരിക്കുന്ന പൈശാചിക പോരുകളെ, അധികാരികളെ, വാഴ്ചകളെ, demonic principalities and powers that rule in the high places, അവരെ വെല്ലുവാൻ God is releasing a Samson anointing, an anointing of signs and wonders and miracles and unusual displays of great strength. Wow. May you be a person who will be moved by the Spirit to operate in that dimensions. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാമത്തെ അധ്യായം 5-ാം വാക്യം. യെസ്. അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി തിമ്നയ്ക്കെതിരെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവനെ നേരെ അലറി വന്നു. ശിംശോന്റെ നേരെ ഒരു ബാലസിംഹം അലറി വന്നു. പൈശാചിക സാമ്രാജ്യങ്ങൾ, പൈശാചിക വാഴ്ചകൾ, അധികാരികൾ വരികയാണ്, ശിംശോനെ എതിരേൽക്കുകയാണ്. അവിടെ പോയത് അപ്പന്റെ അമ്മയുടെ കൂടെ പോയതാ. മുന്തിരിത്തോപ്പിന്റെ ഇടയ്ക്ക് പതിയിരുന്ന ഒളിഞ്ഞിരുന്ന ഒരു പൈശാചിക പ്രവൃത്തി. യെസ്. അപ്പോൾ യഹോവയുടെ ആത്മാവ് യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. യെസ്. കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ അവൻ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. ഇംഗ്ലീഷിൽ വളരെ രസകരമായിട്ടാണ് and the spirit of the Lord came mightily upon him. അല്ലേ? പരിശുദ്ധാത്മാവ് വന്നു എന്നാണ് മലയാളം. പരിശുദ്ധാത്മാവ് ശക്തിയുടെയും ബലത്തിന്റെയും വല്ലഭത്വത്തിന്റെയും ആത്മാവ് എന്ത് ചെയ്തു? ശിംശോന്റെ മേൽ ശക്തിയോടെ. എബ്രായ ഭാഷയിൽ സലാ, ശക്തിയോടെ പറഞ്ഞാൽ ഇരച്ച കയറുന്ന പോലെ. ഇംഗ്ലീഷിൽ ആ ട്രാൻസ്ലേഷനിൽ ഇംഗ്ലീഷിൽ വായിക്കാമല്ലേ? The spirit of the Lord rushed upon him. The spirit of the Lord rushed upon him. എന്തൊക്കെ ഉപയോഗങ്ങളാ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ച്, ചലിക്കുന്നതിനെ കുറിച്ച്, ചലിപ്പിക്കുന്നതിനെ കുറിച്ച്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. പരിശുദ്ധാത്മാവ് എങ്ങനെ വന്നു? പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ, വെള്ളച്ചാട്ടം ശക്തിയോടെ അടിക്കുന്നത് പോലെ. Rushed. The spirit of the Lord came. ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ശിംശോൻ ദൈവത്തിന്റെ ദൗത്യവും നിയോഗവും തിരിച്ചറിഞ്ഞ വേർപാട് പാലിക്കുന്ന നാസ്രിയായിരിക്കുന്ന ശിംശോന്റെ മേൽ പൈശാചിക സിംഹങ്ങൾ ചാടി വന്നപ്പോൾ അവന്റെ മേൽ നിന്ന് സ്തോത്രം ആത്മാവിന്റെ ബലം വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഒരു ആട്ടിൻകുട്ടിയെ കീറിക്കളയുന്നത് പോലെ അത്ര ലാഘവത്തോടെ ഈ അഭിഷേകം ഒരു സിംഹത്തെ, വാവ്, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അസാധാരണമായ അഭിഷേകം ചില പൈശാചിക നുഖങ്ങൾ സിംഹത്തെ പോലെ ബലമുള്ള, ശക്തിയുള്ള, അങ്ങനെയുള്ള കെട്ടുകളെ, അങ്ങനെയുള്ള ബന്ധനങ്ങളെ, അങ്ങനെയുള്ള നുഖങ്ങളെ, അങ്ങനെയുള്ള ആവിചാരങ്ങളെ, അതെ, അങ്ങനെയുള്ള ദേശശക്തികളെ, അങ്ങനെയുള്ള പൈശാചിക അടിത്തറകളെ ഒരു യോദ്ധാവിനെ പോലെ ബലത്തിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, അസാധാരണ വീര്യ പ്രവർത്തികളെ പ്രവർത്തിക്കുന്ന വീരനാം ദൈവത്തിന്റെ Samson anointing to do unusual, extraordinary exploits. നമുക്കൊന്ന് ഏറ്റെടുക്കാം, ഒന്ന് വിശ്വസിക്കാം, ഒന്ന് സ്വീകരിക്കാം. God, ദൈവമേ, അങ്ങനെ ഒന്ന് ചലിപ്പിക്കപ്പെടുവാൻ, അങ്ങനെ ഒന്ന് ചലിക്കുവാൻ
സാധാരണ അഭിഷേകമല്ല, സാധാരണ ശക്തിയല്ല. This was extraordinary, unusual display of God's power and strength. 14 അധ്യായം 19 വാക്യം. അടുത്ത പ്രാവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ശിംശോന്റെ മേൽ ഇറങ്ങുകയാണ്. 19 വാക്യം. പിന്നെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു, അവൻ അസ്കലോനിലേക്ക് ചെന്നു. യഹോവയുടെ ആത്മാവ്, അവിടെയും മലയാളത്തിൽ അത് വളരെ അതിനെന്താ മൈൽഡ് ആക്കി കളഞ്ഞു അല്ലേ? ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. And the spirit of the Lord rested upon him, the and he spirit of the went Lord down came to Ashkelon. mightily. അവിടെയും അതേ പദം തന്നെയാ. സലാ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ. The spirit of God rushed on him with the spirit of might, with the anointing of might. Yes. അസ്കലോനിലേക്ക് ചെന്ന് 30 പേരെ കൊന്ന് അവരുടെ ഉടുപ്പ് ഊരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു. ഹല്ലേലൂയ. വീണ്ടും പൈശാചികമായി എതിർക്കുന്ന, ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ഫിലിസ്ത്യരാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിന്റെ വെളിപ്പാടിൽ ദൈവരാജ്യത്തിന്റെ പദ്ധതികളെ എതിർത്ത് നിൽക്കുന്ന ശക്തികളെ പരിശുദ്ധാത്മാവ് ശക്തിയോട് വന്നു, അസ്കലോണിലേക്ക് ചെന്നു. അവിടെ ദൈവത്തിന്റെ ന്യായവിധികളെ നടത്തുന്ന ശിംശോൻ. 15 അധ്യായം 4-5 വാക്യങ്ങൾ. The extraordinary workings of the Holy Spirit. അസാധാരണമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. യെസ്. ശിംശോൻ പോയി. ശിംശോൻ പിന്നെയും പോകുകയാണ്. ഇതെല്ലാം വിവരിക്കാൻ സമയമില്ല. ഒരു സിറ്റുവേഷൻ ഉണ്ടായി വരികയാണ്. ഇവിടെ തിമ്നയിലേക്ക് വീണ്ടും പോകുക. തന്നെ കല്യാണം കഴിച്ച ഭാര്യ, അവളെ വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. ശിംശോന്റെ ദേശം വർദ്ധിക്കുകയാണ്. അതിന്റെ മധ്യത്തിൽ വീണ്ടും താൻ പോയി ഈ അഭിഷേകം. ഹല്ലേലൂയ. അപ്പോൾ ആ പ്രൊഫറ്റിക് ലാംഗ്വേജ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ പ്രതികാരങ്ങളെ ചെയ്തെടുക്കുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തികളെ ഇസ്രായേലിൽ ചെയ്തെടുക്കുവാൻ, ഫിലിസ്തീയ ശക്തികളെ നിലം പരിചയാക്കി കളയുവാൻ ചില വേദികൾ ദൈവം തന്നെ ഒരുക്കി സൃഷ്ടിക്കുകയാണ്. ഫിലിസ്തീയ ശക്തികളെ തകർക്കുവാൻ, ഇല്ലായ്മയാക്കുവാൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ ശിംശോൻ പോയി ചെയ്യുന്ന കാര്യമാണ്. വായിക്കാം. ശിംശോൻ പോയി 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാല് ചേർത്ത് പന്തം എടുത്ത് ഈ 2 വാലിനിടയിൽ വെച്ച് ഓരോ പന്തം വെച്ച് കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്ത്യരുടെ വിളവിലേക്ക് വിട്ടു. കറ്റയും വിളവും ഒലിവ് തോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു. 300 കുറുക്കന്മാരെ അസാധാരണമായി ഒന്നിനെ പിടിക്കുവാൻ മെരുക്കുവാനൊക്കെ പാടുള്ള 300 പിടിച്ച് എന്ത് ചെയ്തു ശിംശോൻ? വാലോട് വാല് ചേർത്ത് കെട്ടി തീപന്തം കൊളുത്തി ഫിലിസ്ത്യ വയലുകളിലേക്ക്, നിലങ്ങളിലേക്ക്. സ്തോത്രം. വീണ്ടും ഒരു പ്രൊഫറ്റിക് ലാംഗ്വേജിൽ ചില പൈശാചിക വയലുകളെ, തോട്ടങ്ങളെ, ആധിപത്യങ്ങളെ പിശാച് അടച്ചു വെച്ചിരിക്കുന്ന, ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ പാതാള ഗോപുരങ്ങളെ സ്വത്രം പൊളിച്ചു കളയുന്ന ആ വയൽ പ്രദേശങ്ങളിൽ കടന്നു ചെന്ന് ദൈവത്തിന്റെ തീയെ കൊളുത്തുവാൻ, അവിടെ ദൈവത്തിന്റെ ന്യായവിധി കൊണ്ടുവന്ന് അവിടെ ഉള്ളവരെ സ്വത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തികളെ ചെയ്തെടുക്കാനുള്ള അസാധാരണമായ ദൈവത്തിന്റെ ശക്തിയും ബലവും. ആമേൻ. 15 അധ്യായത്തിന്റെ 14 വാക്യം. അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ് ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. Praise God. ശിംശോനെ പിടിക്കാൻ ഫിലിസ്ത്യർ വലിയ കൂട്ടമായി വന്നിരിക്കുകയാണ്. കൈയും കാലൊക്കെ കെട്ടി, കണ്ടു കഴിഞ്ഞാൽ ബലമില്ലാത്ത ശിംശോനെ പിടിച്ചു കെട്ടിക്കൊണ്ട് ഇസ്രായേൽ മക്കൾ വരിക. ശിംശോനെ നിന്നെ കെട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ ഞങ്ങൾ നശിപ്പിച്ചോളയും. സാംസൺ പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഇസ്രായേൽ മക്കളെ, എന്നെ പിടിച്ച് വലിയ കയറൊക്കെ വെച്ച് കെട്ടി എന്നെ അവിടെ അടുത്തോട്ടൊന്ന് കൊണ്ടുപോയാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഫിലിസ്ത്യർ ഇങ്ങനെ വന്ന് നിന്നപ്പോൾ അവിടെ പറയുന്നത്, and when he came unto Lehi, the Philistines showed against, and the spirit of the Lord came mightily upon him, and the cords that were upon his arms became as flax that was burnt with fire, and his bonds were loosed from them. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് ഒന്നിനും തന്നെ ബന്ധിക്കുവാൻ കഴിയാത്ത, ഒരു നുഖത്തിനും തന്നെ പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത, ഹല്ലേലൂയ, അതേ രോഗത്തിന്റെ ശക്തി ആയിക്കോട്ടെ, ഏത് പൈശാചിക മന്ത്രവാദമായിക്കോട്ടെ, നീ ആരെയാ ഭയപ്പെടുന്നേ? നീ ഏത് ആത്മാവിനെയാ ഭയപ്പെടുന്നേ? ഏത് മന്ത്രവാദിയാ നീ ഭയപ്പെടുന്നേ? ഏതാവിചാരം പ്രവർത്തിക്കുന്ന നിങ്ങളത് കെട്ടി എന്നെ കൊണ്ടുപോയാൽ മതി, ബാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെ ചേർന്ന്. എന്തൊരു അസാധാരണ ധൈര്യമാണ്. What an unusual faith and confidence Samson displayed. എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് ശക്തിയുണ്ട്. ആ കയറുകൾ സാധാരണ കയറുകളല്ല, വലിയ കട്ടിയുള്ള കയറുകളാണ്. പക്ഷേ ആ തീ കത്തിച്ചു കളയുന്നത് പോലെ that anointing had a power and a strength. എല്ലാ മുഖങ്ങളെ, എല്ലാ ചങ്ങലകളെയും, എല്ലാ അടിമത്തത്തെ തകർക്കുവാൻ എന്റെ മേൽ വ്യാപരിക്കുന്ന ഈ അഭിഷേകം ഒന്നിനും എന്നെ കെട്ടുവാൻ കഴിയില്ല. ഒന്നിനും എന്നെ ബന്ധിക്കുവാൻ, ഒരു രോഗത്തിനും, ഒരു ദാരിദ്ര്യത്തിനും, ഒരു മനപ്പിഴയ്ക്കും, ഒരു ഡിപ്രഷനും, എന്റെ മേൽ ഒരു മന്ത്രവാദിക്കും, ഒരു ദേശശക്തിക്കും ഞാൻ തിരിച്ചറിയുന്നു എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പവർ തിരിച്ചറിയുന്നു. ഒരു ഫിലിസ്തീനും എന്നെ പിടിച്ചോണ്ട് പോകാൻ കഴിയില്ല. ഒരു ആഹാബിനും, ഒരു യെസിബേലിനും, ഒരു കള്ളപ്രവാചകനും, ഒരു മന്ത്രവാദിക്കും, ഒരു ലക്ഷണം പറയുന്നവനും അങ്ങനെ പരിശുദ്ധാത്മാവ് അസാധാരണ ധൈര്യം നൽകുകയാണ്. ആമേൻ.
16-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിന്റെ കതകും കട്ടളക്കാലും കൊണ്ട് ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ട് ഹെബ്രോനിനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി. ശിംശോൻ എന്താ ചെയ്യുന്നത്? ഫിലിസ്തീയ പട്ടണത്തിൽ പോവുകയാണ്. അർദ്ധരാത്രിയിൽ എണ്ണിച്ച് നോക്കിയപ്പോൾ എന്താ, പട്ടണവാതിലൊക്കെ അടച്ച് ശിംശോനെ പിടിക്കുവാൻ, തടവിലാക്കുവാൻ വലിയ പ്ലാനും പദ്ധതിയൊക്കെ ഇട്ട ശിംശോനെ തടയാൻ നോക്കിയപ്പോൾ ശിംശോൻ എന്താ ചെയ്യുന്നത്? തന്റെ മേൽ വ്യാപരിച്ച ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ പവർ എന്താ ചെയ്തത്? അവിടുന്ന് ചാടി പോന്നു എന്ന് മാത്രമല്ല, പട്ടണവാതിൽ പോലും. And Samson lay till midnight and arose at midnight and took the doors of the gate of the city and the two posts and went away with them, bar and all, and put them upon his shoulders and carried them up to the top of the hill that is before Hebron. പട്ടണവാതിലുകളെ, പട്ടണത്തിന്റെ ഗേറ്റുകളെ, അതിന്റെ പില്ലറുകളെ വലിച്ചെടുത്തുകൊണ്ട് ഇതാ ശിംശോൻ പോകുകയാണ്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ഒരു ദൗത്യത്തെ നിവർത്തിക്കുവാൻ ശിംശോൻ മിടുക്കനായതുകൊണ്ടല്ല, ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ഒരു നിയോഗം ഉണ്ടായിരുന്നു, ഒരു വിളി ഉണ്ടായിരുന്നു. ഒരു ദൗത്യത്തിന് വേണ്ടി ദൈവം ശിംശോനെ തെരഞ്ഞെടുത്തു, വേർതിരിച്ചു, ആത്മാവിനെ പകർന്നു. ഒന്നും നിങ്ങൾക്ക് തടയായി നിൽക്കുകയില്ല. ഒരു ശത്രുവിന്റെ പദ്ധതിയും നിങ്ങളിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ പവർ തിരിച്ചറിഞ്ഞാൽ, ബലത്തിന്റെ ആത്മാവിനെ നിങ്ങളൊന്ന് സ്വീകരിച്ചാൽ, അങ്ങനെ ഒന്ന് ചലിച്ചാൽ, nothing will be impossible. സമയമാകുമ്പോൾ പരിശുദ്ധാത്മാവ് ചലിപ്പിക്കും. ചലിക്കാൻ റെഡിയായിരിക്കുന്ന ശിംശോൻ ദൈവത്തിന് വേണ്ടിയ സാധാരണ കാര്യങ്ങൾ, ഫിലിസ്തീയ അടിമത്വത്തെ തകർക്കുവാൻ, അതെ, ചില അടിമത്വങ്ങളെ തകർക്കുവാൻ, ചില വ്യക്തി ജീവിതങ്ങളിൽ, ചില കുടുംബങ്ങളിൽ, ചില സംസ്ഥാനങ്ങളിലുള്ള, ചില ഗ്രാമങ്ങളിലുള്ള, പട്ടണങ്ങളിലുള്ള, ചില രാജ്യങ്ങളിലുള്ള അടിമത്വത്തെ തകർക്കുവാൻ, അവിടുത്തെ പൈശാചിക ഗേറ്റുകളെ വലിച്ചു പിടിതെടുക്കുവാൻ ഒരു അഭിഷേകം. സാംസൺ വാസ് മൂവ്ഡ് ബൈ ദ സ്പിരിറ്റ്. ഈ അന്ത്യകാലങ്ങളിൽ അങ്ങനെ ഒന്ന് ചലിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മെ ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യുക. ഒരു ശിംശോൻ ജനിക്കുവാൻ കാത്തിരിക്കുക. ഒരു ശിംശോന്റെ സമർപ്പണമുള്ള ഒരു വ്യക്തിയെ ദൈവം കാത്തിരിക്കുകയാണ്, നോക്കുകയാണ്. ദൈവം അത് കണ്ടെത്തി. LSC സഭാമക്കളെ, നമ്മിൽ അത് കണ്ടെത്തി. നിങ്ങൾ അത് കണ്ടെത്തുമോ? രാജ്യങ്ങളിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ അത് കണ്ടെത്തുമോ? Will God find you so that he can entrust you with a Samson anointing? Hallelujah.